Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Miss, objectives of biomedical waste were എടുത്തിരുന്നേ. അതെ അവിടെ എടുക്കാല്ലേ? അതെ Okay. ബാക്കി എടുക്കാട്ടെ മിസ്. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ മാം. Okay. Next, who is at risk? ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് ഉണ്ടാവുന്നത്? അപകട സാധ്യത ഉണ്ടാവുന്ന ആർക്കൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്? ആർക്കൊക്കെ ആയിരിക്കും? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും അല്ലെ? ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരില്ല റിസ്ക്? വരുമോ? ഇതാരൊന്നും പറയാത്തെ? വരും. പിന്നെ ആർക്കുണ്ടാവാം അപകടം, ഇൻഫെക്ഷൻ? ആർക്കുണ്ടാവാം? പേഷ്യൻസിന് ഉണ്ടാവാം അല്ലെ? പബ്ലിക്കിന് ഉണ്ടായിക്കൂടെ? വെറുതെ അവര് ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ പുറത്തു കൊണ്ടുപോയി വെറുതെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാതിരിക്കുമെന്നാണ് പബ്ലിക്കിന് ഉണ്ടാവുക അല്ലെ? എൻവയോൺമെന്റിന് ഉണ്ടാവുക അല്ലെ? അപ്പൊ ആർക്കൊക്കെയാണ് ഹൂ ഈസ് അറ്റ് റിസ്ക്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ പെടാം? ഡോക്ടേഴ്സ് പെടാം അല്ലെ? ഡോക്ടേഴ്സ്, നഴ്സ് പെടാം. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഡയറ്ററി സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട് അല്ലെ? അതർ സ്റ്റാഫുകൾ ഉണ്ട്, അവർക്ക് വരാം. പിന്നെ ആർക്കാണ്? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഫാർമസിയിൽ വരാം. പിന്നെ എന്താണ്? സ്റ്റാഫുകള്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകളിലെ ഓരോ സ്ഥലത്തു നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? ഹൗസ് കീപ്പേഴ്സ്. അപ്പൊ എന്താണ്? ആരെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകള്? ഡിസ്പോസൽ സ്റ്റാഫ്, നിർമ്മാർജ്ജനം ചെയ്യുന്ന ആളുകൾക്ക് വരാം അല്ലെ? നോക്കിയേ, നമ്മ പറഞ്ഞത് തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, ഡോക്ടർമാർക്ക് വരാം, നഴ്സുമാർക്ക്, പേഷ്യൻസിന് വരാം അല്ലെ? നമ്മ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ സാധനങ്ങളിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാം, വേസ്റ്റുകളിൽ നിന്ന് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിലല്ല വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് ഒക്കെ കറക്റ്റ് പ്രോപ്പർ രീതിയിൽ അല്ലെങ്കിൽ എന്ത് വരും? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വരാം അല്ലെ? പേഷ്യൻസിന് വരാം അല്ലെ? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇൻഫെക്ഷൻ വരാം. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, പേഷ്യൻസിന് വരുന്നുണ്ട് റിസ്ക്. പിന്നെ ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, നമ്മൾ ടെക്നീഷ്യൻസ്, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, എക്സ്റേ സർവീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അല്ലെ? അവർക്കെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള അപകടം വരാം. നെക്സ്റ്റ്, സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ, വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫുകൾ, ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന അല്ലെ സംസ്കരിക്കുന്ന സ്റ്റാഫുകൾക്ക് വരാം.
നെക്സ്റ്റ് ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവിയോൺമെന്റ്, പൊതുജനങ്ങൾക്കും എൻവിയോൺമെന്റ് പരിസ്ഥിതിക്കും റിസ്ക് വരാൻ സാധ്യതയുണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. ഹു ഈസ് ഇത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസ്, ഉറവിടങ്ങള് ഏതൊക്കെയാണ്? നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന സോഴ്സിന്, ഉറവിടത്തെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞ് രണ്ടായി തരം തിരിക്കുന്നുണ്ട്. The primary contributor to the production of medical waste are primary and secondary sources. എന്താണ് മെഡിക്കൽ മാലിന്യം, മെഡിക്കൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രാഥമിക സംഭാവന നൽകുന്നത്, പ്രൈമറി കോൺട്രിബ്യൂട്ട് നൽകുന്നത് ആരൊക്കെയാണ്? പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസുമാണ്. പ്രൈമറി സോഴ്സിൽ വരുന്നത്, പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകൾ, അതാണ് നമ്മുടെ പ്രൈമറി സോഴ്സസ്. അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ത് വരാം? ഹോസ്പിറ്റൽ വരാം, മെഡിക്കൽ കോളേജ് വരാം, നഴ്സിംഗ് സെന്റേഴ്സ് വരാം, ഡയാലിസിസ് സെന്റേഴ്സ് വരാം, മെറ്റേണിറ്റി ഹോംസ് വരാം, അല്ലെ? പ്രസവാനന്തര ശുശ്രൂഷ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള ഹോംസുകൾ ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള മെറ്റേണിറ്റി ഹോംസ് വരാം, ബ്ലഡ് ബാങ്ക് വരാം, റിസർച്ച് ലാബ്സുകൾ വരാം, ഇമ്മ്യൂണൈസേഷൻ സെന്റർ. ഇമ്മ്യൂണൈസേഷൻ സെന്റർ എന്ന് പറഞ്ഞാല് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്ന കേന്ദ്രങ്ങളില്ലേ, നമ്മ കുട്ടികൾക്കൊക്കെ വാക്സിനുകൾ എടുക്കുന്ന കേന്ദ്രങ്ങളാ, അങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷൻ സെന്റർ. ഓട്ടോപ്സി സെന്റർ, ഓട്ടോപ്സി സെന്റർ എന്ന് പറഞ്ഞാല് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കേന്ദ്രങ്ങള്, അവിടെയൊക്കെ എന്താണ്? പ്രൈമറി സോഴ്സസ് ആണ്. ഹെൽത്ത് സെന്റേഴ്സ് വരാം, എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ വരാം, നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ റിസർച്ച് ലാബ്സുകളിൽ വരാല, അവരെന്താണ്? ഓരോ ഒന്നിലും മെഡിസിനുകളായിരിക്കും, അല്ലെ? റിസർച്ചുകൾ നടത്തുന്നത് പുതിയ പുതിയ മെഡിസിനുകളാകാം, അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെന്റുകളാകാം, അല്ലെ? ആണോ ഗവേഷണം നടത്തുന്നത്? അപ്പൊ അതിനു വേണ്ടി അല്ലെ ചിലപ്പോ അവരെന്താണ് നേരിട്ട് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡീസിലാണോ അവർ എക്സ്പെരിമെന്റ് നടത്തുന്നത്? ആണോ? മരുന്നുകൾ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് നടത്തുന്നത് മനുഷ്യ ശരീരത്തിലാണോ? അല്ല, മൃഗങ്ങളിലായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ റിസർച്ചുകളുമായി ബന്ധപ്പെട്ട് റിസർച്ച് ലാബുകളിൽ പ്രൊഡ്യൂസ് ചെയ്യാം വേസ്റ്റുകൾ, അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റുകള്. ക്ലിയർ ആയോ അത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൈമറി സോഴ്സ്, പ്രാഥമിക ഉറവിട കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ്. രണ്ടാമത് സെക്കൻഡറി സോഴ്സ്, ദ്വിതീയ ഉറവിടം എന്ന് പറയുന്നത് the secondary sources on the other hand include households. ഹൗസ്ഹോൾഡ് നമ്മുടെ ഗാർഹിക, നമ്മുടെ വീടുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, അല്ലെ? ഇൻഡസ്ട്രീസ്, വ്യവസായ വാണിജ്യവുമായി ബന്ധപ്പെട്ട്, വ്യവസായങ്ങളും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ്. നമ്മുടെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി സോഴ്സുകൾ, പ്രാഥമിക ഉറവിടമായി പ്രവർത്തിക്കുന്നത് ഹൗസ് ഹോൾഡ്സ്, നമ്മുടെ വീടുകൾ, അല്ലെ? ഗാർഹികമായിട്ട്. പിന്നെ ഇൻഡസ്ട്രീസില് വാണിജ്യപരമായിട്ട്, വ്യവസായികപരമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും, എക്സിട്ര. ഇനിയും വേടാ, അല്ലെ? ഇല്ലേ? ഹോട്ടൽസിലെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ കുറച്ച് മാത്രമാണ് തന്നിട്ടുള്ളത്, ഇനി എക്സെട്ര ഇനിയുണ്ട്. ക്ലിയർ ആയല്ലോ? പ്രൈമറി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുമായി എന്താണ് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട്
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിക്കുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 8 കാറ്റഗറീസ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആർ പ്രസന്റഡ് ബൈ ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറിയായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ജനറൽ വേസ്റ്റ്. ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുമാലിന്യം, പൊതുവായിട്ടുള്ള മാലിന്യങ്ങൾ അല്ലെ. ഫുഡ് വേസ്റ്റ് വരാം അല്ലെ, ഫ്രൂട്ട്സിന്റെ അല്ലെ, ഫ്രൂട്ട്സുകൾ വരാം, കാർഡ്ബോർഡുകൾ വരാം, പേപ്പേഴ്സ് വരാം അല്ലെ. അങ്ങനെ ജനറൽ വേസ്റ്റുകള്, ജനറൽ ആയിട്ടുള്ള വേസ്റ്റുകള്. ക്ലിയർ ആയോ? പൊതുമാലിന്യങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. നെക്സ്റ്റ് പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജി മിസ് കഴിഞ്ഞ പറഞ്ഞില്ലേ, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ. നമ്മൾ രോഗത്തെ കുറിച്ച് പഠിക്കുന്നതാണ്, സ്റ്റഡി ചെയ്യുന്നതാണ്. അപ്പൊ ഒരു രോഗത്തെ കുറിച്ച് പഠിക്കാനായി നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്? ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നത്? ഡിസീസ്, സ്റ്റഡി ഓഫ് ഡിസീസ്. ബോഡി ഫ്ലൂയിഡ്സുകൾ വെച്ചില്ലേ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ ബോഡി പാർട്സുകൾ വെച്ച് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ. ഔട്ട് ഓഫ് ഇത് ഓർഗൻസ് വെച്ച് നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ബോഡി പാർട്സുകള്. ഹ്യൂമൻ ടിഷ്യൂസ്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന എന്താണ്? ടിഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെ. അല്ലെ. അപ്പൊ ഹ്യൂമൻ ടിഷ്യൂസ് വെച്ച് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? പാത്തോളജിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. ബോഡി പാർട്സുകള്, ബോഡി ഓർഗൻസുകള്, ബോഡി ഫ്ലൂയിഡ്സുകള് അല്ലെ, ഹ്യൂമൻ ടിഷ്യൂസുകൾ അല്ലെ. ഇതൊക്കെ എന്താണ്? പാത്തോളജിക്കൽ വേസ്റ്റുകളാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ന്യൂക്ലിയസുകൾ. എന്താണ് റേഡിയോ ന്യൂക്ലിയസുകൾ എന്ന് പറഞ്ഞാല്? റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ്. റേഡിയേഷൻ ഒക്കെ ഇല്ലേ, കീമോ ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ സമയത്ത് അല്ലെ, സ്കാനിങ്ങിന്റെ സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. നെക്സ്റ്റ് കെമിക്കൽ വേസ്റ്റുകള്. ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്? ലാബുകളിൽ കെമിക്കൽ സോൾവെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, കെമിക്കൽ അയനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ലേ? ബ്ലീച്ചിങ് അല്ലെ. ലിക്വിഡ്സുകൾ, എന്താണ് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ്സുകൾ അല്ലെ, അതൊക്കെ കെമിക്കൽ അല്ലേ. പിന്നെ മെർക്കുറി യൂസ് ചെയ്യുന്നില്ലേ ഹോസ്പിറ്റലില്? അപ്പൊ അതൊക്കെ എന്താണ്? കെമിക്കൽ വേസ്റ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. എന്താണ്? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകൾ, മാലിന്യങ്ങൾ എന്തൊക്കെയാവാം? ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻസ് വരാം അല്ലെ, ബെഡ്ഷീറ്റുകൾ വരാം, കോട്ടൺസ് വരാം, ക്ലോത്തുകൾ അല്ലെ, കോട്ടൺസ് വരാം, ഒബ്ജക്ട്സ് വരാം അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. എന്താണ്? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള, അണുബാധയേറ്റിട്ടുള്ള വേസ്റ്റുകള്. നെക്സ്റ്റ് ഷാർപ്പ്. ഷാർപ്പ് അറിയാലോ നമുക്ക്, ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള ഷാർപ്പ് സാധനങ്ങൾ, സിറിഞ്ചസ്, നീഡിൽസ്, സിസേഴ്സ്, പിന്നെ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്കാർപ്സ് ഇല്ലേ, സർജറിക്ക് വേണ്ടി കീറുന്നതിന് വേണ്ടി ഇത് കണ്ടിട്ടില്ലേ, പ്ലേറ്റ് പോലത്തെ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ. നെക്സ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. സർജറി എക്യുപ്മെന്റുകൾ,
ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഫാർമസിയിൽ അപ്പൊ എന്തൊക്കെയായിരിക്കും? എക്സ്പയറി ഡ്രഗ്സ് ആവാം അല്ലെ, എക്സ്പയറി മെഡിസിൻ, എക്സ്പയറി വാക്സിനുകൾ ആവാം അല്ലെ, സൈറ്റോടോക്സിക് ഡ്രഗ്സുകള്, അതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാണ്. നെക്സ്റ്റ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് waste made up of both fully or empty containers with pressurized liquid, gas or powdered materials, including gas containers and aerosol cans. എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് എന്നാല് ഗ്യാസ് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ എയറോസോൾ ക്യാനുകള് ഉൾപ്പെടെ സമ്മർദ്ദമുള്ള ദ്രാവകങ്ങൾ, അതായത് ലിക്വിഡ്സുകൾ അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ പൗഡേർഡ് മെറ്റീരിയൽ, പൊടിച്ച അങ്ങനെയുള്ള പൗഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായും തീർന്നു പോയതോ അല്ലെങ്കിൽ ഫുള്ളി ഉള്ള ആയ കണ്ടെയ്നേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യില്ലേ, പ്രഷർ ചെയ്തിട്ട് പമ്പ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റുകൾ കണ്ടിട്ടില്ലേ, നമ്മ തീ അണയ്ക്കുന്നതിനുള്ള എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെ, അതെന്താണ്? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ ആണ് അല്ലെ. നമ്മ പുഷ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. എയറോസോൾ ക്യാൻ എന്ന് പറഞ്ഞാല് വാക്വം പോലെ, നമ്മുടെ നീരാവി പോലെ തടഞ്ഞ് സ്റ്റീം, നമ്മ എന്താണ് പുറത്ത് നോക്കുമ്പോ സ്റ്റീം പോലെ അവിടെ ഇവിടെ തങ്ങി നിൽക്കുന്നത്. നമ്മൾ ഈ എയർ ഫ്രഷ്നർ, എയറോസോൾ ക്യാൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണ് എയർ ഫ്രഷ്നർ. എയറോസോൾ ക്യാനിന് ഒരു എക്സാമ്പിൾ ആണ് എയർ ഫ്രഷ്നർ. എയർ ഫ്രഷ്നർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മ അത് പ്രഷർ ചെയ്തിട്ട് വേണ്ട അടിക്കാൻ അല്ലെ, വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് പോരോ? ഇല്ല, നമ്മ അതിന്റെ മോഡിയിൽ പിടിച്ച് പ്രഷർ ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെയാണ് വരുന്നിരിക്കുന്നത്? അത് വെള്ളം പോലെയാണോ വരുന്നത്? സ്പ്രേ ബോട്ടിൽ, സ്പ്രേ ബോട്ടില്. അപ്പൊ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ഒന്നില്ലെങ്കിൽ അത് തീർന്നു പോയതാവാം, ഉപയോഗിച്ച് തീർന്നു പോയ കണ്ടെയ്നേഴ്സ് ആവാം. അതല്ലെങ്കിൽ എന്താണ് അതിലുണ്ടായിരിക്കാം, ചിലപ്പോ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ ഇതിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളതാവാം. അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്? വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകള്. ക്ലിയർ ആയോ? പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 8 തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ജനറൽ വേസ്റ്റുകൾ, ജനറൽ ആയിട്ടുള്ള വേസ്റ്റുകള്. 2 പാത്തോളജിക്കൽ വേസ്റ്റുകൾ. എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, റേഡിയേഷന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുക, സ്കാനിങ്ങിന്റെ സമയത്താവാം, അല്ലെങ്കിൽ കീമോ ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ റേഡിയേഷൻ നടക്കുന്ന സമയത്താവാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. കെമിക്കൽ വേസ്റ്റുകള്. എന്താണ്? ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽ സോൾവെന്റുകള്, മെർക്കുറി. പിന്നെ എന്താണ്? ക്ലീനിങ്ങിന്റെ സമയത്ത് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. പിന്നെ ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. എന്താണ്? അണുബാധയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ. എന്താണ്? ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ ബ്ലഡ് കൊണ്ടോ അതല്ല എന്തെങ്കിലും തരത്തിൽ. ഇപ്പൊ എന്താണ്? ഒരു ഐസൊലേഷൻ റൂമുകളിൽ ആളുകൾ താമസിപ്പിക്കും അല്ലെ നമ്മ, ഇല്ലേ? ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളെ ഐസൊലേഷൻ റൂമിൽ താമസിപ്പിച്ച്, അപ്പൊ അത് അയാൾ ആ റൂം യൂസ് ചെയ്തതിനു ശേഷം അവിടെയുള്ള സാധനങ്ങൾ എന്താണ്? ഇൻഫെക്ഷസ് ബാധ ഏറ്റിട്ടുള്ള മെറ്റീരിയൽസ് അല്ലേ? ബെഡ്ഷീറ്റുകൾ അല്ലെ, പില്ലോ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. പിന്നെ ഷാർപ്പ് വേസ്റ്റുകള്, ഷാർപ്പായിട്ടുള്ള മുറിയാൻ സാധ്യതയുള്ള വേസ്റ്റുകള്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ. എന്താണ്? എക്സ്പയറി ഡ്രഗ്, ഫാർമസിയിൽ അല്ലെ
മെഡിസിനുമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, എക്സ്പയറി ഡ്രഗ്സുകള്, എക്സ്പയറി വാക്സിനുകള്, സൈറ്റോടോക്സിക് ഡ്രഗ്സുകളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മ പ്രഷർ ചെയ്ത് പുറത്തേക്ക് സ്പ്രേ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒഴിഞ്ഞതോ അതല്ലെങ്കിൽ ഫുള്ളി ആയിട്ടുള്ള കണ്ടെയ്നർ വേസ്റ്റുകളാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകൾ. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് നോൺ ഹസാർഡസ് വേസ്റ്റ്. നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് അപകടകരമല്ലാത്ത, ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ. അപ്രോക്സിമേറ്റ്ലി 85% ഓഫ് ഗാർബേജ് generally in the majority of healthcare facilities in non-hazardous waste non-hazardous healthcare facilities ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളിൽ 85% വേസ്റ്റുകളും എങ്ങനെയുള്ള വേസ്റ്റുകളാണ്? അപകടകരമല്ലാത്ത വേസ്റ്റുകളാണ്. It involves waste of instance, waste for instance എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആണ് കേട്ടാ. ഇങ്ങനെയുള്ള വേസ്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ് ഫുഡ് സ്ക്രാപ്സുകൾ അല്ലെ, എന്താണ് ഭക്ഷണാവശിഷ്ടങ്ങള്, ഫ്രൂട്ട്സ് പീൽസ് അല്ലെ, ഫ്രൂട്ട്സിന്റെ തൊലികള്, along with wash water, ഇതൊക്കെ വാഷ് ചെയ്യുന്ന വെള്ളം, വാട്ടർ, and paper, cartons, packaging material and so on. എന്താണ് പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, കാർട്ടൺ ബോക്സുകൾ ഉണ്ടാവും അല്ലെ, പാക്കേജിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, പേപ്പർ കൊണ്ട് നിർമ്മിച്ച പാക്കേജിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? നോൺ ഹസാർഡസ് വേസ്റ്റുകളാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ എന്താണ്? ജനറൽ വേസ്റ്റുകളാണ് അല്ലെ. ഫുഡ് സ്ക്രാപ്സ്, ഫ്രൂട്ട് പീൽസ്, പേപ്പർ, കാർട്ടൻസ്, പാക്കേജിംഗ് മെറ്റീരിയൽ ഒക്കെ എന്താണ്? ജനറൽ വേസ്റ്റുകൾ അല്ലേ. അങ്ങനെയുള്ള വേസ്റ്റുകൾ എന്താണ്? ഇതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരുമോ? ഫുഡ് സ്ക്രാപ്പിൽ നിന്ന്, ഫ്രൂട്ട് പീലിൽ നിന്ന് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളെയാണ് ഈ നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഹസാർഡസ് വേസ്റ്റ്, ഹാനികരമായ വേസ്റ്റുകൾ, ഡേഞ്ചറായ വേസ്റ്റുകൾ എന്തൊക്കെയാണ്? ഹസാർഡസ് വേസ്റ്റ് might consist of solids, liquids, sludges or contained gases, and they are principally produced by hospital and other industrial activities. എന്താണ്? ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകള്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരരൂപത്തിലുള്ള അല്ലെ വേസ്റ്റുകള്, ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകള്. സോളിഡ് വേസ്റ്റുകൾക്ക് ഉദാഹരണം പറഞ്ഞേ. സിറിഞ്ച്, നീഡില് അല്ലെ, ബോട്ടിൽസ്, ഹോസ്പിറ്റലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരുപാട് സാധനങ്ങളില്ലേ? ഖരരൂപത്തിലുള്ള മെഡിസിനുകൾ അല്ലെ, റേഡിയോ ഐസോട്ടോപ്പുകള്, മെഡിസിനുകൾ അല്ലെ, ഗുളികകളൊക്കെ ഖരരൂപത്തിലല്ലേ. പിന്നെ ലിക്വിഡ്സുകള്, ബോഡി ഫ്ലൂയിഡുകളാവാം, അങ്ങനെയുള്ള ഇതാവാം. പിന്നെ സ്ലഡ്ജസ് എന്ന് പറഞ്ഞാൽ ചെളിയാണ് കേട്ടോ, ചെളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടെയ്നർഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കണ്ടെയ്നർഡ് പ്രഷറൈസ്ഡ് ഗ്യാസ് എന്നൊക്കെ, കണ്ടെയ്നർഡ് ഗ്യാസസ് അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലില് അതല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങളുടെ പരമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഖരദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകള്, സ്ലഡ്ജസ്, ചെളികള്, കണ്ടെയ്നർഡ് ഗ്യാസുകളൊക്കെയാണ് ഹസാർഡസ് വേസ്റ്റുകൾ. They may have harmful damage എന്നുണ്ട് കേട്ടോ, ഫുൾ എന്നുണ്ട് കേട്ടോ, ഹാം എന്നാണ് എഴുതിയിട്ടുള്ളൂ. They may harmful damage during insufficient procedures for storage, transportation, treatment or disposal operations. അപ്പൊ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ എന്താണ്? നമ്മ കറക്റ്റ് രീതിയിൽ അല്ലെ, ഇൻസഫിഷ്യന്റ് പ്രൊസീജിയർ നല്ല രീതിയിൽ ചെയ്യണ്ടേ, നല്ല രീതിയിൽ സ്റ്റോറേജ് ചെയ്യണം അല്ലെ, സംഭരിക്കണ്ടേ വേസ്റ്റുകള്. അതല്ല ഉപയോഗം കഴിഞ്ഞിട്ട് വെറുതെ വലിച്ചെറിഞ്ഞിട്ടാ മതിയോ? ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നീഡിൽ അത് കഴിഞ്ഞിട്ട് വെറുതെ
വലിച്ചെറിഞ്ഞിട്ടാ മതിയോ? സ്റ്റോർ ചെയ്യണം അല്ലെ? നമുക്ക് ഓരോന്നിന്റെ യൂസ് കഴിയുമ്പോ അത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ? ഹോസ്പിറ്റലിൽ പല നിറത്തിലുള്ള കണ്ടെയ്നേഴ്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഗാർബേജ് ബാഗുകൾ കണ്ടിട്ടില്ലേ? ഹാംഫുൾ, രണ്ടാമത്തെ സെന്റൻസില് ഹാംഫുൾ ഡാമേജ്, ഹാനികരമായ നാശം. ഇത് നല്ല രീതിയിലല്ല, ഇൻസഫിഷ്യന്റ് പ്രൊസീജിയേഴ്സിലൂടെയാണ്, നടപടിക്രമങ്ങളിലൂടെ കറക്റ്റായ രീതിയിലല്ല ഇങ്ങനെയുള്ള വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നത്, സംഭരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ എന്താണ്, ഓരോ വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ട് വേറെ സ്ഥലങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലേ? ആണ്. അപ്പൊ കറക്റ്റ് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ല. ട്രീറ്റ്മെന്റ്, ഇത് സംസ്കരിക്കുന്നത്. എയർ ഓർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഓർ ഡിസ്പോസൽ, നിർമാർജനം ചെയ്യുന്നതൊക്കെ കറക്റ്റായ പ്രോപ്പർ വേയിൽ അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്ന ഹാംഫുൾ ഡാമേജ് അല്ലെ, ഹാനികരമായ നാശങ്ങൾ വരുത്തുന്നു. ക്ലിയർ ആയോ? അത് hazardous waste, non-hazardous waste. എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായി, ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് അല്ലെ? നോൺ ഹസാർഡസ് വേസ്റ്റും ഹസാർഡസ് വേസ്റ്റും. നോൺ ഹസാർഡസ് വേസ്റ്റില് നമ്മൾ പൊതുവായി പറയുന്നത് എന്താണ്? കാർഡ്ബോർഡുകള്, പേപ്പേഴ്സ്, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള ഫുഡ് വേസ്റ്റുകള്, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് നോൺ ഹസാർഡസ് വേസ്റ്റ്, ഹാനികരമല്ലാത്ത പൊതുവായ മാലിന്യങ്ങള്. ഹസാർഡസ് ഫ്രൂട്ട് പീൽസുകള്. ഹസാർഡസ് വേസ്റ്റില് രണ്ടായി നമ്മൾ തരംതിരിക്കുന്നുണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റും അതർ ഹസാർഡസ് വേസ്റ്റും. ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ അല്ലെ സാധ്യതയുള്ള വേസ്റ്റുകള്. മറ്റേത് അതർ ഹസാർഡസ് വേസ്റ്റ്, മറ്റുള്ള ഹാനികരമായ വേസ്റ്റുകള്. ഇൻഫെക്ഷസ് വേസ്റ്റില് നോൺ ഷാർപ്പ് വേസ്റ്റുകൾ. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ, ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതൊക്കെ എന്താണ്? ഷാർപ്പല്ലല്ലോ. കോട്ടൺസ്, ലിനൻസ് ഷാർപ്പാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ കത്തീറ്ററൈസേഷന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബുകൾ അല്ലെ, അതൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള ഇതല്ലേ? സിറിഞ്ച് നോൺ ഷാർപ്പ് അല്ലല്ലോ, ഷാർപ്പ് അല്ലേ? ഓക്കെ, സിറിഞ്ച് നീഡിലല്ല, മറ്റേ ഇത് അതിന്റെ നമ്മൾ ഇത് ചെയ്യാൻ ഉപയോഗിക്കില്ലേ? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കത്തീറ്ററൈസേഷന്റെ പ്രോസസ്സിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന അല്ലെ, ട്യൂബ് പോലത്തെ, നേരത്തെ ട്യൂബ് പോലത്തെ, അതൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. നെക്സ്റ്റ് ലിക്വിഡ് വേസ്റ്റുകള്, ബോഡി ഫ്ലൂയിഡ്സുകള്, ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സുകള്, ബ്ലഡ് ആവാം, മറ്റുള്ള ഫ്ലൂയിഡ്സുകൾ ആവാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇൻഫെക്ഷസ് വേസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് അതർ ഹസാർഡസ് വേസ്റ്റ്, മറ്റുള്ള ഡേഞ്ചർ ആയ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ അല്ലെ, നമ്മൾ പറഞ്ഞു റേഡിയേഷന്റെ ഭാഗമായി, അതല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ന്യൂക്ലിയസുകൾ അല്ലെ, അങ്ങനെയുള്ള വേസ്റ്റുകൾ. നെക്സ്റ്റ് ഡിസ്കാർഡഡ് ഗ്ലാസ്, പൊട്ടിയ ഉപയോഗിച്ച ഗ്ലാസുകൾ.
നമ്മ എന്താണ് ടെസ്റ്റ് ട്യൂബുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഹോസ്പിറ്റലില്. കവർ സ്ലിപ്പ്, ഗ്ലാസ് സ്ലൈഡുകള്, ടെസ്റ്റ് ട്യൂബുകൾ അല്ലെ, പലതരത്തിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കാർഡ് നമ്മ ഉപേക്ഷിച്ച ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായ സാധനങ്ങള്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ മിസ് പറഞ്ഞാൽ ഇനി പറയണോ? എയറോസോൾ ക്യാനുകള്, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്, ഒഴിഞ്ഞതോ അങ്ങനെയുള്ള വേസ്റ്റുകള്. കെമിക്കൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സോൾവെന്റുകളാകാം, മെർക്കുറി ആവാം, ക്ലീനിങ്ങിന്റെ ഭാഗമായി ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ, ബ്ലീച്ചിങ് ആവാം അല്ലെ, ഫിനോയില്, ഡെറ്റോള് അല്ലെ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബോഡിയിലെ സെൽസിന് ഡാമേജ് വരുത്തിക്കാണ്ട് നമുക്ക് ക്യാൻസറിന് കാരണമാകുന്ന വിഷരാസവസ്തുക്കളാണ് സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. ഇതെന്തെങ്കിലും ഒരു എക്യുപ്മെന്റുകളിൽ നിന്ന് ഉപകരണങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സൈറ്റോടോക്സിക് ഡ്രഗ്സുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളാണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ. ഇൻസിനറേറ്റർ ആഷ് എന്ന് പറഞ്ഞാൽ കത്തിച്ച് ചാരം. ആഷ് എന്ന് പറഞ്ഞാൽ ചാരം. നമ്മ വീടുകളില് ചവറുകളൊക്കെ കത്തിക്കാറില്ലേ? അപ്പൊ നമുക്ക് ചാരം കിട്ടും അല്ലെ? അതേപോലെ ഒന്നുകൂടി പറയാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇഞ്ചക്ഷൻ എടുക്കാറില്ലേ ചില സമയത്ത്? അപ്പൊ അവര് അപ്പൊ തന്നെ ആ സിറിഞ്ച് ഇൻസിനറേറ്റർ എന്നുള്ള ഒരു ചെറിയൊരു ഉപകരണത്തിൽ വെച്ച് കാണിട്ട് അവര് ഹീറ്റ് ചെയ്ത് കരിയിച്ച് കളയൂ അല്ലെ? അപ്പൊ തന്നെ ചില നീഡിലൊക്കെ എന്താണ് മിക്ക ഹോസ്പിറ്റലിൽ അവരപ്പൊ തന്നെ അത് കരിയിച്ച് കളയാറാണ്. അപ്പൊ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാരങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചാരങ്ങളെയാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇൻസിനറേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി സെൽസിനെ ഡാമേജ് വരുത്തിങ്ങാണ്ടിട്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന രാസവസ്തുക്കളാണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. ഇത് എന്തെങ്കിലും എക്യുപ്മെന്റുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ ഉണ്ട്. നമ്മ യൂസ് ചെയ്യുന്നതിൽ തന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ വേസ്റ്റുകളാവാം അങ്ങനെയുള്ള സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. ഒന്നുകൂടെ പറയണം, സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തുവാണ്, വിഷരാസവസ്തുവാണ് സൈറ്റോടോക്സിക്. ക്ലിയർ ആയോ? ഈ സൈറ്റോടോക്സിക് കെമിക്കൽസ് നമ്മ ക്യാൻസറിന് മറ്റുപയോഗിക്കുന്ന മെഡിസിനുകളില്ലേ? ക്യാൻസറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ഇല്ലേ? അതിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള കെമിക്കൽസ്. അതുകൂടാതെ എന്താണ് ഈ ചിലപ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഈ ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് സൈറ്റോടോക്സിക് ഈ രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേസ്റ്റ് ആണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. ഇത് നമ്മുടെ ശരീരത്തില് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കി കാണിട്ട് നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരും. ക്ലിയർ ആയോ? ഒരു രാസവസ്തുവാണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഓക്കെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സൈറ്റോടോക്സിക് മരുന്നുകൾ. അപ്പൊ അതെന്താണ്? ചിലപ്പോ എക്സ്പയറി ഡേറ്റ് കഴിയാ അല്ലെ? അങ്ങനെയുള്ള വേസ്റ്റുകള് അതെന്താണ്? ഇങ്ങനെയുള്ള ഇതൊരു രാസവസ്തുവാണ്, വിഷരാസവസ്തുവാണ്. ഇത് നമ്മുടെ സെൽസിനെ ഡാമേജ് വരുത്തി നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ ആയോ എല്ലാവർക്കും? സൈറ്റോടോക്സിക് വേസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ബയോളജിക്കൽ റിസ്ക്. നെക്സ്റ്റ് ഒരു ബോക്സ്, ഒരു ടേബിൾ ആണ് ബയോളജിക്കൽ റിസ്ക്. ബയോളജിക്കൽ റിസ്ക് എന്ന് പറയുന്നത് ഇൻഫെക്ഷസ് റിസ്ക്, അതായത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിസ്ക്, അണുബാധ ഉണ്ടാക്കുന്ന. അതിൽ ഏതൊക്കെയാണ് പെടുന്നത്? ബയോളജിക്കൽ റിസ്കില് ഷാർപ്പ് വേസ്റ്റ് ഉണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റ് ഉണ്ട്, പാത്തോളജിക്കൽ വേസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ എന്താണ്? ഈ 3 വേസ്റ്റിൽ നിന്നും എന്താണ്? അണുബാധ ഉണ്ടാക്കുന്നു അല്ലെ, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. ഷാർപ്പ് വേസ്റ്റിൽ വരുന്നത് നീഡില്, സൂചി, ബ്ലേഡ്സുകള്, പിന്നെ ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെ, എന്തെങ്കിലും ഗ്ലാസുകൾ പൊട്ടിയത്, അങ്ങനെയുള്ള ബ്രോക്കൺ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന്. പിന്നെ ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് കൊണ്ട് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളുടെ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാവാം? കോട്ടൺസ് ആവാം അല്ലെ, ലിനൻസ് ആവാം അല്ലെ, അങ്ങനെയുള്ള വേസ്റ്റുകള്. കൾച്ചറിങ് ചെയ്യാറില്ലേ? നമ്മുടെ യൂറിൻ, ബ്ലഡ് അതൊക്കെ കൾച്ചർ ചെയ്യാറില്ലേ? കൾച്ചറിങ് പ്രൊസീജിയർ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ, ആ പ്രൊസീജിയറിന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. നെക്സ്റ്റ് ഐസൊലേഷൻ. മിസ് പറഞ്ഞല്ലോ, ഐസൊലേഷൻ പറഞ്ഞില്ലേ? ഒരാളെ, ഒരു പേഷ്യന്റ്, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. നെക്സ്റ്റ് പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ വേസ്റ്റ് മിസ് പറഞ്ഞാണ് അല്ലെ, എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ പാത്തോളജി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ചുകൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, ബോഡി പാർട്സുകള്, ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കീസസ്. കാർക്കീസസ് എന്ന് പറഞ്ഞാല് ശവങ്ങളില്ലേ? അപ്പൊ റിസർച്ച് ലാബുകളിലൊക്കെ മിസ് പറഞ്ഞില്ലേ എങ്ങനെയാണ്? അതല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ അല്ലെ, അനിമൽ കാർക്കീസസ് ഒക്കെ വരാലോ, അവർക്ക് റിസർച്ചുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ മെഡിസിനുകൾ, അതല്ലെങ്കിൽ അവരിൽ ഉപയോഗിക്കുന്ന മെഡിസിനുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? റിസർച്ചുകൾ നടത്തുന്നത് ആരിലാണ്? ഫസ്റ്റ് തന്നെ അനിമൽസിലായിരിക്കും അല്ലെ, അല്ലേ? അപ്പൊ അതൊക്കെയാണ് പാത്തോളജിക്കൽ വേസ്റ്റുകള്. ഇനിയും വരാലോ അതില്? ഇനിയും ഇല്ലേ? പാത്തോളജിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ബോഡി ഫ്ലൂയിഡ്സ് കൊടുക്കാലോ. ബ്ലഡ് ഒക്കെ കൊടുക്കാം അല്ലെ. അപ്പൊ ഇതില് 3 എണ്ണം പറഞ്ഞിട്ടുള്ളൂ ജസ്റ്റ്. അപ്പൊ എന്താണ്? ബയോളജിക്കൽ റിസ്ക്, ഇൻഫെക്ഷസ് റിസ്കിൽ പെടുന്നത് ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്, ബോഡി ഫ്ലൂയിഡ്. നെക്സ്റ്റ് കെമിക്കൽ വേസ്റ്റുകള്, കെമിക്കൽ റിസ്ക്. അതിൽ എന്തൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റില് നമ്മൾ പറഞ്ഞു എന്താണ്? എക്സ്പയർഡ് ഡ്രഗ്സുകൾ അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള്, എക്സ്പയർഡ് വാക്സിനുകള്, സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. നെക്സ്റ്റ് കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റില് കെമിക്കൽ സോൾവെന്റ് അല്ലെ, കെമിക്കൽ ലായനികള്, നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ലായനികള്, മെർക്കുറി, ക്ലീനേഴ്സ് അല്ലെ, ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലീച്ചിങ് വാട്ടർ അല്ലെ, ബ്ലീച്ചിങ് വാട്ടർ ഉണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ട് അല്ലെ, ഫിനോയിൽ ഉണ്ട്, ഡെറ്റോൾ ഉണ്ട്. പിന്നെ ബാക്ടറീസ്, അതൊക്കെ എന്താണ്? കെമിക്കൽ വേസ്റ്റുകളാണ്.
നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോ ന്യൂക്ലിയസുകൾ എന്താണ് റേഡിയേഷന്റെ ഭാഗമായി, അതല്ലെങ്കിൽ കീമോയുടെ ഭാഗമായൊക്കെ അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ ഭാഗമായൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ന്യൂക്ലിയർ സ്ഥിരതയില്ലാത്ത കെമിക്കൽ എലമെന്റ് ആണ് അല്ലെ. റേഡിയേഷൻ വരാൻ സാധ്യതയുള്ള സ്ഥിരതയില്ലാത്ത ഒരു കെമിക്കൽ എലമെന്റ് ആണ് റേഡിയോ ന്യൂക്ലിയസ്. റേഡിയേഷന്റെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Okay. Next, biomedical waste management rule 1998. Biomedical waste management rule 1998 വന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് കൊണ്ടുവന്നത്? The Ministry of Environment and Forest, Ministry of Environment അല്ലെ, പരിസ്ഥിതി വനമന്ത്രാലയമാണ്. അതായത് MOEF. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാട്ടാ. MOEF. The Ministry of Environment and Forest have promptly developed and released guidelines to the hospital to guarantee the safe and correct disposal waste. എന്താണ്? പരിസ്ഥിതി വനമന്ത്രാലയം മാലിന്യങ്ങൾ, ബയോമെഡിക്കൽ വേസ്റ്റ്, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടി എന്താണ് ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശം, ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും പുറത്തിറക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം, എന്തൊക്കെ മാലിന്യങ്ങളാണ്, ഏത് മാലിന്യം എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ട് കറക്റ്റ് രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശം വികസിപ്പിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ കുറച്ച്. ഈ ടേബിളില് ഓരോ ഡിസ്പോസൽ മെത്തേഡുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ മിസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാട്ടാ. അപ്പൊ എന്താ, പരിസ്ഥിതി വനമന്ത്രാലയം എന്തിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യങ്ങള് സംസ്കരിക്കുന്നതിന് വേണ്ടി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. Biomedical Waste Management and Handling Rule 1998 comes into effect. എന്താണ്? 1998 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ പ്രാബല്യത്തിൽ വന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1998. ഇറ്റ് ഓഫേഴ്സ്, എന്താണ് പറയുന്നത് ഈ റൂളിലെ, ഈ നിയമത്തില്? യൂണിഫോം റെക്കമെൻഡേഷൻ ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും. ഇത് ഏത് രീതിയിൽ സംസ്കരിക്കണം, അങ്ങനെയുള്ള ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും അല്ലെ നിലവിൽ വന്നിട്ടുണ്ട്. റെക്കമെൻഡേഷൻ, ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് അമെന്റ്മെന്റ്, സെക്കൻഡ് അമെന്റ്മെന്റ് എന്ന് പറയാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ഒരു റൂള് നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഒരു നിയമം കൊണ്ടുവന്നാല് 1 or 2 വർഷം കഴിയുമ്പോൾ അതൊന്നും കൂടെ റീചെക്ക് ചെയ്യും അല്ലെ, ഒന്നുകൂടെ ചെക്ക് ചെയ്യും, ആണോ? എന്നിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരും. അതല്ലേ ഭേദഗതി ബില്ല്, ആണോ? നമ്മ ന്യൂസില് ടിവിയിലൊക്കെ കാണാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മ ഇതില് പഠിച്ചിട്ടില്ലേ ഇതൊക്കെ? ഫസ്റ്റ് അമെന്റ്മെന്റ്, സെക്കൻഡ് അമെന്റ്മെന്റ് ഹിസ്റ്ററിയിൽ അല്ലേ? അപ്പൊ ഇറ്റ് ഓഫേഴ്സ് ഫസ്റ്റ് അമെന്റ്മെന്റ് ഡേറ്റഡ് 6/3/2000. ഈ 1997 നിലവിൽ വന്ന റൂളിന് ഫസ്റ്റ് അമെന്റ്മെന്റ് ഒന്നാം ഭേദഗതി വന്നത് 6/3/2000, രണ്ടാമത്തെ ഭേദഗതി വന്നത് 17/9/2003,
പിന്നീട് 3ഉം 4ഉം ഭേദഗതി വന്നത് 2018-ലും 2019-ലുമാണ്. ഇപ്പൊ 1998-ലുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണമായിരുന്നോ 2000-ല്? ആ ഫെസിലിറ്റീസ് ആയിരുന്നോ? അല്ല അല്ലെ? ഒരുപാട് ചേഞ്ചസ് വന്നു അല്ലെ, പുരോഗതികൾ വന്നു അല്ലെ. അപ്പൊ അതെന്താണ്, കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തണം. ഒരുപാട് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവിൽ കൂടുതൽ വരും അല്ലെ, ടൈപ്സ് വ്യത്യാസം വരും അല്ലെ, ഇല്ലേ? ആണോ? അപ്പൊ അതെന്ത് ചെയ്ത് അതിനു വേണ്ടി ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തിങ്ങാണ്ട് 2000-ല് ഒന്നാമത്തെ ഭേദഗതി നിലവിൽ വന്നു. അതിനുശേഷം 2003-ല് രണ്ടാമത്തെ ഭേദഗതി. അതിനുശേഷം 2018-ലും 2019-ലുമാണ് ഭേദഗതികൾ വന്നത്, 3ഉം 4ഉം വന്നത്. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ തന്നെ പഠിക്കാനുള്ളൂ കേട്ടോ. ഇതില് വേറെ ഒന്നും പറയാനില്ല. എന്താണ് പരിസ്ഥിതി, ഈ ഡേറ്റുകളൊന്ന് പഠിക്കാട്ടാ. ഇയർ മാത്രം പഠിച്ചാൽ മതി. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇയർ മാത്രം. ഒന്നാമത്തെ ചിലർക്ക് ചോദിക്കാം, ഒന്നാമത്തെ ഭേദഗതി വന്നത് എന്നാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂള് എഫക്ട് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. MOEF-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കുക. ക്ലിയർ ആയില്ലേ? വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? ഒരു ലോ അനുസരിച്ച്, ഈ നിയമം അനുസരിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ബയോമെഡിക്കൽ വേസ്റ്റ്, ഫസ്റ്റ് വൺ, ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മറ്റുള്ള വേസ്റ്റുകളുമായി കൂടിക്കലർത്താൻ പാടില്ല അല്ലെ, കമ്പൈൻ ചെയ്യാൻ പാടില്ല അല്ലേ? ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, നമ്മുടെ നോൺ ഹസാഡസ് വേസ്റ്റുകൾ, പേപ്പേഴ്സ്, അതല്ലെങ്കിൽ കാർഡ്ബോർഡുകൾ, അതുമായി കൂട്ടിക്കലർത്തി വെക്കാൻ പറ്റുമോ നമുക്ക്? പറ്റൂ? ഇല്ല അല്ലെ? അതേപോലെ സിറിഞ്ചും ഇതൊക്കെ എന്താണ്, കൂടിക്കലർത്തി വെച്ച് കഴിഞ്ഞാല് ഇഞ്ചുറീസ് ഒക്കെ പറ്റൂ അല്ലെ? ഒരുമിച്ച് എല്ലാം കൂടി നമ്മ ഒരുമിച്ചാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എന്താണ്, കൊണ്ടുപോകുന്ന സമയത്ത് ഇഞ്ചുറീസ് ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട് അല്ലെ, മുറിവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റുള്ള വേസ്റ്റുകളുമായി കമ്പൈൻ ചെയ്യാൻ പാടില്ല, കൂട്ടിക്കലർത്താൻ പാടില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ ബി സെപ്പറേറ്റഡ് ഇൻടു കണ്ടെയ്നേഴ്സ്, ബാഗ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് generation prior to its storage, transportation, treatment and removal. ബയോമെഡിക്കൽ വേസ്റ്റുകൾ അവയുടെ സ്റ്റോറേജ്, സംഭരണം, ട്രാൻസ്പോർട്ടേഷൻ മിസ് പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ, കൊണ്ടുപോകുന്നതിന്, സംസ്കരണം ചെയ്യുക, ആൻഡ് റിമൂവൽ, നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉത്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗ്സിലോ ആക്കി സൂക്ഷിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന റൂമില് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടക്കുന്ന റൂമില് പല കളറിൽ കണ്ടെയ്നർ വെച്ചിട്ട് സിറിഞ്ചസ് ഇന്ന ബാഗിൽ ഇടുക അല്ലെ, കോട്ടൺസ് ഇന്ന ബാഗിൽ, യെല്ലോ, റെഡ്, ബ്ലാക്ക് അല്ലെ. അപ്പൊ എന്താണ്, അത് എളുപ്പത്തിന് വേണ്ടിയാണ് അല്ലെ, അവർക്ക് പെട്ടെന്ന് അവർക്ക് കറക്റ്റ് രീതിയിൽ സ്റ്റോർ ചെയ്യാൻ, അവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ അതല്ലെങ്കിൽ ബാഗ്സിലൊക്കെ ആക്കി സൂക്ഷിക്കുക. ക്ലിയർ ആയോ അത്? Okay. Next, duty of occupier. ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒക്യുപ്പയേഴ്സിന്റെ ഡ്യൂട്ടീസ്, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? It shall be the duty of each occupant of a facility producing biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank.
ഇതെവിടെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലേ? 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 അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് വിച്ച് കംപ്രൈസസ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നുള്ള രീതി എന്തൊക്കെയാണ്? ഹോസ്പിറ്റലുകളില്, നഴ്സിംഗ് ഹോമുകളില്, ക്ലിനിക്കില്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, പാത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഓക്യുപ്പയേഴ്സ്, no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. ഇവരെന്ത് കാര്യങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ബയോമെഡിക്കൽ വേസ്റ്റ് അത് എന്ത് ചെയ്യാം? മനുഷ്യരുടെ ആരോഗ്യത്തിനും, ഹ്യൂമൻ ഹെൽത്ത് അല്ലെ, മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും എൻവിയോൺമെന്റിനും ഒരു ദോഷവും വരാത്ത എന്താണ്? നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെ, ഒരു രീതിയിലും ദോഷം വരുത്താതെയാണ് ഇത്തരം മാലിന്യങ്ങള് ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. എന്താ വെച്ചാൽ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? സ്റ്റോർ ചെയ്യുക അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്പോസ് ചെയ്യുക, റിമൂവ് ചെയ്യുക അല്ലെ, വേസ്റ്റ് ഡിസ്കാർഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുക? ഈ സെക്ഷനില്, ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് മനുഷ്യരുടെയും എൻവിയോൺമെന്റ് പരിസ്ഥിതിയുടെയും പരിസ്ഥിതിക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവരുടെ ഡ്യൂട്ടി, ഉത്തരവാദിത്വം. ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്ഷനില് ആരൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഫെസിലിറ്റീസില് ഹോസ്പിറ്റലില്, നഴ്സിംഗ് ഹോമുകളില്, ക്ലിനിക്കുകളില്, ഡിസ്പെൻസറീസില്. ക്ലിയർ ആയോ? അത് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എന്ത് ചെയ്യുക? മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരു രീതിയിലും ദോഷം വരാത്ത രീതിയിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാല് അത് കറക്റ്റ് രീതിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ, സംഭരിക്കണം. അതൊരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം, അവിടെ നിന്ന് നീക്കം ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റുകൾ, മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ബോഡി പാർട്സ്, ഓർഗൻ, ടിഷ്യൂ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അലോങ് വിത്ത് സോയിൽഡ് ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ മലിനമായിട്ടുള്ള ലിനൻസ്, കോട്ടൺസ്, ബാൻഡേജ് ആൻഡ് പ്ലാസ്റ്റർ കാസ്റ്റ്. പ്ലാസ്റ്റർ ഇടുന്ന സാധനമില്ലേ, പ്ലാസ്റ്റർ. അങ്ങനെയുള്ള ഫ്രം ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ഏരിയാസ് ആർ ഇമ്പോർട്ടഡ് ടു പ്രോപ്പർലി ഗ്യാതർഡ്, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness, hospital acquired infections. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ ഇങ്ങനെയുള്ള വേസ്റ്റുകളെ, ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഗ്യാദർ ചെയ്യുക. ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക, സ്റ്റോർ ചെയ്യുക, സംഭരിക്കുക, മൂവ്ഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുക, ഹാൻഡിൽഡ് കൈകാര്യം ചെയ്യുക, ഡിസ്പോസ്ഡ് നിർമ്മാർജ്ജനം ചെയ്യുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന
വേസ്റ്റുകള്, അതായത് മാലിന്യങ്ങള്. അത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ നമ്മ പറഞ്ഞു അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു. മിസ് ആ ചാപ്റ്റർ എടുത്ത് തീർന്ന് ഓർമ്മയില്ലേ? അങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? ഗ്യാദർ കളക്ട് ചെയ്യുക അല്ലെ, ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. നമ്മ പറഞ്ഞു എന്താണ്, ഓരോന്നും പല പല കണ്ടെയ്നേഴ്സിലായിട്ടാണെന്ന് പറഞ്ഞില്ലേ സൂക്ഷിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. സ്റ്റോർഡ് സൂക്ഷിക്കുക, സംഭരിക്കുക. മൂഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യോ, നിർമാർജനം ചെയ്യോ? ഇല്ല അല്ലെ, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടായിരിക്കും അത് നിർമാർജനം ചെയ്യുന്നത് അല്ലെ. അതല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ നമ്മ ബാഗ് എന്തെങ്കിലും ഇടാറുണ്ട് അല്ലെ, വേസ്റ്റ് ഇടുന്ന കവർ ഇടാറുണ്ട്. അപ്പൊ അതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കവർ നമ്മൾ മാറ്റൂലേ? ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, മാറ്റി വേറെ ഇത് വെക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും അല്ലെ, ഈ വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങോട്ട് നീക്കുക, മൂവ് ചെയ്യിക്കുക, നീക്കുക. ഹാൻഡിൽഡ് കൈകാര്യം ചെയ്യുക. ആൻഡ് ഡിസ്പോസ്ഡ് നിർമാർജനം ചെയ്യുക. ക്ലിയർ ആയോ അത്? Next, the process is as follows. ഒന്നുകൂടെ പറയണം. ഈ ഫസ്റ്റ് ഇവിടം വരെ ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് വരെ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലിനമായിട്ടുള്ള അണുബാധയേറ്റിട്ടുള്ള വേസ്റ്റുകളാണ്. അത് ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ്. അത് ക്ലിയർ ആയോ? ബോഡി പാർട്സുകള്, ടിഷ്യൂസ്, അതൊക്കെ ക്ലിയർ ആയില്ലേ? അത് ഓരോന്നും എടുത്ത് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള മാലിന്യങ്ങള് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, അതായത് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ശേഖരിക്കുക, പിന്നെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് സൂക്ഷിക്കുക. സ്റ്റോർ സംഭരിക്കുക, മൂവ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ഹാൻഡിൽ ചെയ്യുക അല്ലെ, കൈകാര്യം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? കറക്റ്റ് രീതിയിൽ നടത്തണ്ടേ? കൈകാര്യം ചെയ്യുക. ആൻഡ് ഡിസ്പോസ്ഡ് നിർമാർജനം, സംസ്കരിക്കുക. ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ക്ലിയർ ആയോ? എന്താ അത്രയും വലിയ സെന്റൻസ് ആണെന്ന് ഒരു ഡൗട്ട് വരും. അതില് ആദ്യ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ് ഫുള്ള്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് കളക്ട് ചെയ്യണം അല്ലെ, ശേഖരിക്കണ്ടേ, കളക്ട് ചെയ്യണ്ടേ? Waste collection is a step in a procedure of waste management. Waste managementile ഒരു സ്റ്റെപ്പ് ആണ് വേസ്റ്റ് കളക്ഷൻ അല്ലെ. വേസ്റ്റ് നല്ല രീതിയിൽ മാനേജ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ എന്താണ്? വേസ്റ്റുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അല്ലെ, കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. Is moving solid waste to the point of treatment or landfill from the point of usage and disposal. എന്താണ്? ഖരമാലിന്യങ്ങള് സോളിഡ് രൂപത്തിലുള്ള വേസ്റ്റുകള് എന്ത് ചെയ്യുക? അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതല്ലെങ്കിൽ നിർമാർജനം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്താണ്? സംസ്കരണ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ മാറ്റുക. ഇപ്പൊ നമ്മ പ്രൊഡ്യൂസ് ചെയ്യുമ്പോ അല്ലെ, ഇപ്പൊ ഖരമാലിന്യങ്ങള് സിറിഞ്ചസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ആവശ്യമില്ലാത്ത ഡ്രഗ്സുകളാവാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ട്യൂബുകളാവാം അല്ലെ. അതൊക്കെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക? നിർമാർജനം ചെയ്യുന്ന ഏരിയയിലേക്കോ അല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യുന്ന ഏരിയയിലേക്കോ മാറ്റുക. ഈ ലാൻഡ് ഫില്ല് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ. കറക്റ്റ് ആയിട്ട് ഒരു പ്രൊസീജിയർ ആണ്. ഡിസ്പോസൽ മെത്തേഡ് ആണ് ലാൻഡ് ഫിൽ. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മിസ്
പറഞ്ഞുതരാം കേട്ടാ ഡീറ്റെയിൽ ആയിട്ട്. ഇത് മനസ്സിലായോ? ഇത് കറക്റ്റ് ആയോ? ഇത് ക്ലിയർ ആയോ? എന്താണ് സോളിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾ? സോളിഡ് രൂപത്തിലുള്ള വേസ്റ്റ് പറഞ്ഞു തന്നില്ലേ? എന്താണ് ഡ്രഗ്സുകളാവാം, അല്ലെങ്കിൽ ട്യൂബുകളാകാം, അല്ലെങ്കിൽ എന്താണ് ഒഴിഞ്ഞ ബോട്ടിൽസ് ആവാം, അല്ലെ? അപ്പൊ എന്തോ ആവാം, ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ. ആ ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യുന്ന സമയത്തേക്കോ മാറ്റുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് മിസ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് വേർതിരിക്കല്. Segregation makes it simple to stop the spread of illness. എന്താണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? രോഗം പടരുന്നത് തടയുന്നതിനുള്ള ഒരു സിമ്പിൾ, ഒരു ലളിതമായ മാർഗമാണ്. ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഹരിതകർമ്മ സേനകൾ വരാറുണ്ട് ഇല്ലേ? വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റിന്ന് ഇല്ലേ? അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കുന്ന വേസ്റ്റ് അവർ അങ്ങനെ തന്നെ കൊണ്ടുപോവോ? കൊണ്ടുപോവോ? ഇല്ല. അവരെന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുടഞ്ഞിടും അല്ലേ? അല്ലെ? ആ ചാക്കിന്ന് കുടഞ്ഞിട്ടിട്ട് ബോട്ടിൽ വേറെ, എന്താണ് കളർഫുൾ ആയിട്ടുള്ള പാക്കറ്റ്സുകൾ വേറെ, സാധാരണ പാക്കറ്റ്സ് വേറെ സെപ്പറേറ്റ് ആക്കും അല്ലെ? അതുപോലെ ഈ സെഗ്രിഗേഷൻ വേർതിരിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? വേർതിരിച്ച് സൂക്ഷിക്കുക. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ അവർക്ക് ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം വരൂല അല്ലെ? വേർതിരിക്കേണ്ട കാര്യം വരൂല. നമ്മ അങ്ങനെ തന്നെ സൂക്ഷിക്കും അല്ലേ? ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ സെഗ്രിഗേഷൻ വേർതിരിച്ച് സൂക്ഷിക്കുന്നത് എന്ത് ചെയ്യും? ഇൽനെസ്, അസുഖങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. Makes it simple to choose from the disposal choice and can lessen the burden on the waste treatment system and protect against injuries. അതെന്ത് ചെയ്യുന്നു? മാലിന്യ സംസ്കരണത്തിനെ ലളിതമാക്കുന്നു. ഇവർക്ക് ഓരോ വേസ്റ്റുകൾ എന്ത് ചെയ്യാം? എങ്ങനെയാണോ സംസ്കരിക്കേണ്ടത് അങ്ങനെ തന്നെ കൊണ്ടുപോയി സംസ്കരിക്കാം അല്ലെ? പിന്നെ അവർക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മാലിന്യ സംസ്കരണ ജോലി അവർക്ക് എളുപ്പമാക്കി തീർക്കുന്നു അല്ലേ? കൂടാതെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാരം കുറയ്ക്കുകയും ഇഞ്ചുറീസ്, അപകടങ്ങൾ പറ്റുന്നതിൽ നിന്ന്, പരിക്കുകൾ പറ്റുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മ എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പൊ നീഡിലൊക്കെ ഒരുമിച്ചിടുകയാണെങ്കിൽ ഇവര് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് ഇഞ്ചുറീസ് ഒക്കെ പറ്റും അല്ലെ? ബ്ലേഡുകള്, സിറിഞ്ചസ്, സ്റ്റാക്സ് അതൊക്കെ ഒന്നിച്ച് സൂക്ഷിക്കുമ്പോ ഇവര് വേർതിരിക്കുന്നവർക്ക് ഇഞ്ചുറീസ് പറ്റൂലേ? മുറിവ് പറ്റൂലേ? പറ്റോ? അപ്പൊ നമ്മിങ്ങനെ സെഗ്രിഗേഷൻ ചെയ്ത് വേർതിരിച്ച് സൂക്ഷിക്കുന്നത് മൂലം ഇവർക്ക് പരിക്കുകളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും മാലിന്യ സംസ്കരണ സംവിധാനത്തിലെ ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക സെഗ്രിഗേഷനും വേസ്റ്റ് കളക്ഷനും. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.